ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും വീണ്ടും ബന്ധവനായ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. റോമാലേഖനം 2-ാം അധ്യായം അതിൻ്റെ 6 മുതലുള്ള ഭാഗങ്ങളിൽ അവൻ ഓരോരുത്തന് അവനവൻ്റെ പ്രവൃത്തിക്ക് തക്ക പകരം ചെയ്യും. നല്ല പ്രവൃത്തിക്ക് വേണ്ടുന്ന സ്ഥിരത പൂണ്ട് തേജസ്സും മാനവും അക്ഷയതയും അന്വേഷിക്കുന്നവർക്ക് നിത്യജീവനും, ശാഠ്യവും പൂണ്ട് സത്യം അനുസരിക്കാതെ അനീതി അനുസരിക്കുന്നവർക്ക് കോപവും ക്രോധവും കൊടുക്കും. പരിശുദ്ധാത്മാവ് സഭയോട് പറയുകയാണ്, അവനവൻ്റെ പ്രവൃത്തിക്ക് തക്ക പ്രതിഫലം കൊടുക്കും. അടുത്ത വാക്ക് ഇങ്ങനെയാണ്: നല്ല പ്രവൃത്തിക്ക് വേണ്ടുന്ന സ്ഥിരത പൂണ്ട് തേജസ്സും മാനവും അക്ഷയതയും അന്വേഷിക്കുന്നവർക്ക് നിത്യജീവനെ കൊടുക്കും. നല്ല പ്രവൃത്തി ദൈവം ആഗ്രഹിക്കുന്നത്. ഒരു ഭാഗത്ത് പറയുന്നുണ്ട്, നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ യേശുക്രിസ്തുവിൻ്റെ നാളോളം അതിനെ തികയ്ക്കും. അപ്പം വാസ്തവത്തിൽ ഈ നല്ല പ്രവൃത്തി ആരംഭിച്ചിട്ട് വേണമെങ്കിൽ എന്തു ചെയ്യാം? നല്ല പ്രവൃത്തി ഇല്ലാത്തവനാകാം. അതുകൊണ്ടാണ് അവിടെ പറയുന്നത്, നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ യേശുക്രിസ്തുവിൻ്റെ നാളോളം അതിനെ തികയ്ക്കും. ഇവിടെ റോമാലേഖനത്തിൽ പറയുകയാണ്, അവനവൻ്റെ പ്രവൃത്തിക്ക് തക്ക പകരം ചെയ്യും. എന്നിട്ടാണ് അടുത്ത് പറയുന്നത്, നിങ്ങൾ നല്ലതാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? നിത്യജീവനെ കിട്ടും. പക്ഷേ ശാഠ്യം പൂണ്ട് സത്യമനുസരിക്കാതെ അനീതി അനുസരിക്കുന്നവർക്ക് കോപവും ക്രോധവും കൊടുക്കും. തിന്മ പ്രവർത്തിക്കുന്ന ഏതു മനുഷ്യാത്മാവിനും കഷ്ടവും സങ്കടവും ആദ്യം യഹൂദനും പിന്നെ യവനനും വരും. നന്മ പ്രവർത്തിക്കുന്ന ഏവനും മഹത്വവും മാനവും സമാധാനവും ആദ്യം യഹൂദനും പിന്നെ യവനനും ലഭിക്കും. ദൈവത്തിൻ്റെ പക്കൽ മുഖപക്ഷമില്ലല്ലോ. നീ എത്ര കൂടിയവനായാലും എത്ര കുറഞ്ഞവനായാലും നന്മ പ്രവർത്തിക്കുന്നെങ്കിൽ നിത്യജീവൻ നിശ്ചയമായിട്ടും പ്രാപിച്ചിരിക്കും. അല്ല, തിന്മയാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ വചനം പറയുന്നു, അവന് കഷ്ടവും സങ്കടവും ലഭിക്കും. ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയരെ, നമ്മുടെ ഈ ലോകത്തിലെ യാത്രയിൽ നമ്മളെല്ലാവരും ഒരു ഓട്ടക്കളത്തിനകത്താണ്. എല്ലാവരും ആ നിത്യത എന്ന ദർശനത്തിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരുടെ ലക്ഷ്യം നിത്യതയാണ്. പക്ഷേ ഒന്ന് മറക്കുന്നു, ദൈവം അവിടെ ഒരുക്കി വച്ചിരിക്കുന്നത് അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണമാണ്. ഇവിടെ തിന്മ ചെയ്തിട്ട്, ഇവിടെ അനീതി ചെയ്തിട്ട് നിത്യതയിൽ നല്ല ഭവനത്തിൽ ചെന്ന് പാർക്കാമെന്ന് വ്യാജമായി ചിന്തിക്കുന്നെങ്കിൽ പ്രിയരെ, അതൊരിക്കലും നടക്കാത്ത തെറ്റായ ഒരു ധാരണയാണ്. എന്നാൽ ഇവിടെ പറയുന്നു, നന്മ പ്രവർത്തിച്ച് നീതി പ്രവർത്തിച്ച് അങ്ങനെ ചെല്ലുന്നവർക്ക് നിത്യജീവൻ ഉണ്ടാകും എന്ന് റോമാലേഖനം നമ്മളെ പഠിപ്പിക്കുമ്പോൾ, ഈ സന്ദേശം കേൾക്കുന്ന നമ്മുടെ ജീവിതത്തിനകത്ത് നല്ലത് ചെയ്യാം, അവനവൻ പ്രവർത്തിച്ചതിന് പകരം തരുമെന്ന് പറഞ്ഞ ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നല്ലത് പ്രാപിപ്പാൻ അപ്പോസ്തലൻ അവസാനം പറഞ്ഞതുപോലെ, ഞാൻ നല്ല പോർ പൊരുതി, ഞാൻ ഓട്ടം തികച്ചു, ഞാൻ വിശ്വാസം കാത്തു. ഇനി എനിക്ക് ദൈവം ഒരുക്കിയിരിക്കുന്ന ആ കിരീടം എനിക്കെന്ന് പറഞ്ഞാൽ നമുക്ക് ഏവർക്കും പ്രിയരെ അത് പ്രാപിപ്പാനായി നന്മ ചെയ്ത് സഞ്ചരിപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ. വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക. ദൈവം വിശ്വസ്തൻ. ഗോഡ് ബ്ലെസ് യു.